ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുള്ള വാഗമൺ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ വന്നിട്ട് വാഗമണിലത്തെ കുറേയേറെ പ്ലേസസ് നമ്മൾ പോയി കണ്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വാഗമൺ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു 2 days ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന പ്ലേസസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുമല്ല നല്ല ക്ലൈമറ്റുള്ളൊരു സമയത്താണ് കേട്ടോ നമ്മൾ പോയത്. ഏകദേശം ഒരു മൺസൂൺ സീസണിലൊക്കെ പോയത് കൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും, ഈ ഒരു ഭാഗത്തായിട്ട് ഇഷ്ടം പോലെ റിസോർട്ടുകളുണ്ട് കേട്ടോ. ഭയങ്കര വ്യൂ ആയിട്ടുള്ള റിസോർട്ട്സ് ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസോർട്ട്സും വ്യൂ ഒക്കെ ആയിട്ടുള്ള കുറേ പ്ലേസസ്സാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്ന പ്ലേസ് വന്നിട്ട് പാലൊഴുകുംപാറ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ആ ഒരു വാട്ടർഫോൾസ് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴി ആയിക്കോട്ടെ, അതായത് അവിടെ എത്തുന്നത് വരെയുള്ള വഴികൾ നല്ല രസമാണ് കേട്ടോ. രണ്ട് സൈഡും നല്ല പച്ചപ്പും നമുക്ക് കുറേയേറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല സ്പോട്ടുകൾ ആ ഭാഗത്തായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ഇതുപോലെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നമ്മൾ അധികം ആരും പോകാത്ത രീതിയിലുള്ള സ്പോട്ടുകളൊക്കെ പല വഴികളിലായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും കാറോ കാര്യങ്ങളോ ഒന്നും പോകാത്ത രീതിയിൽ ബൈക്കും കൊണ്ടൊക്കെ നമുക്ക് പോകാനൊക്കെ ആയിട്ട് പറ്റുന്ന കുറേ സ്പോട്ടുകൾ പല ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. പേര് പോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി മഴയൊക്കെ പെയ്ത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ധാരാളം വെള്ളം വരുമ്പോൾ വേറൊരു കാഴ്ച തന്നെയായിരിക്കും. ഇപ്പോഴും നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേയധികം വണ്ടികളൊക്കെ വന്നിട്ട് ചെറിയൊരു വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് അലോഡൊന്നുമല്ല, നമുക്ക് ഇറങ്ങാനും പോകാനൊന്നും അലോഡൊന്നുമല്ല. ആ ഒരു ഭാഗം ഫുള്ള് നമുക്ക് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് വേണം ഈ കാഴ്ചകളൊക്കെ നമുക്ക് മുഴുവനായിട്ട് കാണാൻ കേട്ടോ. ഇതിൻ്റെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയേറെ റിസോർട്ടുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ മുന്നേ ഫാമിലി ആയിട്ടൊക്കെ 1-2 തവണ വന്നപ്പോൾ റിസോർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് വേറൊരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് പോകാനും കുളിക്കാനും അങ്ങനെ നമുക്ക് അലോഡ് ആയിട്ടുള്ള വാട്ടർഫോൾസൊക്കെ റിസോർട്ടിൻ്റെ താഴെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ഉച്ചയായി, ഒരു 1 മണി 2 മണിക്ക് ഇടയിലുള്ളൊരു സമയമാണ്. അപ്പോഴേക്കും നല്ല രീതിയിലുള്ള കോട വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മെഡോസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. പിന്നെ നല്ല തണുപ്പുമുണ്ട്. ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് പോകുന്നതിനോ ഈ കാര്യങ്ങളൊക്കെ കാണുന്നതിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ള മഴയൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ പോകാനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനും നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് കഴിയാതെ വരും. അപ്പോൾ ഈ ഒരു മെഡോസിക്ക് വന്നാലും കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. മക്കൾസിനെയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഭയങ്കര നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നൊരു സ്പോട്ട് തന്നെയായിരിക്കും കേട്ടോ. കാരണം നമ്മളെക്കാളും നമ്മൾ മക്കൾ എൻജോയ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് നല്ലൊരു ഹാപ്പിനെസ് ആയിട്ട് തോന്നുക. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതിനകത്ത് വന്നിട്ട് കുറേയധികം ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സിപ്പ് ലൈൻ, ബോട്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഒരുപാടേറെ ആക്ടിവിറ്റീസ് ഈ മെയ്ഡൗസിനുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബേബീസിനായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. കുറേ നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് പട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടാണ് കേട്ടോ പോകാറ്. നല്ല രസമാണ്. നമ്മൾ കുറേയധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഈ കളിയും ചിരിയൊക്കെ ആകുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കിഡ്സ് ബോട്ടിങ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഓരോ മക്കളൊക്കെ ആ ഒരു ബോട്ടിങ്ങൊക്കെ ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ കുറച്ചങ്ങോട്ട് മേലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സിപ്പ് ലൈനിൻ്റെയും എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൊത്തത്തിൽ കാണാനായിട്ട് പറ്റുക. പല രീതിയിലും സിപ്പ് ലൈൻസ് ഓരോ ഭാഗങ്ങൾ അവിടുത്തെ ഇതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ഇവിടുത്തെ ഒരു സിപ്പ് ലൈനിൻ്റെ എക്സ്പീരിയൻസും ഭയങ്കര രസമുള്ളത് തന്നെയാണ് കേട്ടോ. ഈ ടൈം വന്നപ്പോൾ നമ്മൾ സിപ്പ് ലൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ.
മഴ പിന്നെ വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ, വലിയ രീതിയിലുള്ള മഴ വരുമ്പോൾ. അപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ആകുമ്പോൾ നമുക്കത് കുറച്ച് അങ്ങോട്ട് മാറി നിന്നാലും, അല്ലെങ്കിൽ ഒരു കാറ്റിനൊക്കെ ശക്തി കുറവായതുകൊണ്ടൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ വലിയ രീതിയിലുള്ള മഴയാവുമ്പോൾ കാറ്റും ഇടയ്ക്ക് ഭയങ്കര ശക്തമായിട്ട് വീശുന്നത് കൊണ്ട് തന്നെ ഈ കുട കൊണ്ടുവന്നിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് കയറി നിൽക്കാനോ നമുക്ക് അങ്ങനെയുള്ള പ്ലേസുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. നല്ലൊരു രസമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല, അതായത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ അതൊക്കെ കുറച്ച് നേരം നിന്നിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, പട്ടമൊക്കെ പറത്തണത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിൻ്റെ മുകളിലാവുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ നല്ല രീതിയിൽ പട്ടം പറത്താനായിട്ടൊക്കെ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തങ്ങൾപ്പാറയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തങ്ങൾപ്പാറ കണ്ടിട്ടുള്ളവർക്കും പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റില്ല. ഈ ഒരു 3-4 മലയൊക്കെ നമ്മൾ കടന്നിട്ട് അങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴുള്ള ഒരു അത്ഭുത കാഴ്ചയൊക്കെ കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഏകദേശം ഒരു ഉച്ച ആ ഒരു ടൈം തന്നെയാണ്. വെയിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കിതപ്പും കാര്യങ്ങളൊന്നും ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം മുന്നേക്ക് നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെ കയറുന്ന സമയത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് നേരം ഇരിക്കേണ്ടി വരും, പിന്നെയും കുറേ നടക്കേണ്ടി വരും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം പോയതിൽ ഈ ഒരു ഉച്ച സമയമാണെങ്കിൽ പോലും ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഈ കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അല്ലേ. അപ്പോൾ ഈ കയറുമ്പോഴാണ് നമുക്ക് ഈ മലയൊക്കെ കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങൾ. പക്ഷേ അവർ അവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഏത് വഴി കൂടെ പോയാലാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആവുക എന്നുള്ള രീതിയിലൊക്കെ അവരൊരു ആരോ മാർക്കൊക്കെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വഴി കൂടെയൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഓരോ മലയും കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര നല്ലതായിട്ടുള്ള കാഴ്ചകളാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ മലകൾ കാണുന്ന പോലെ തന്നെ കുറേ നല്ല റിസോർട്ടുകളും കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മല കയറിയ ശേഷം അവിടെ കുറച്ചിരുന്ന് അവിടെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നെക്സ്റ്റ് നമ്മൾ അടുത്ത മലയിലേക്ക് കയറുന്നത് കേട്ടോ. നമ്മൾ നടന്ന് കയറിയിട്ട് ആ മലയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിൽ നിന്ന് ആ താഴേക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഒരു സ്കൈയും അതിനിങ്ങനെ എന്താ പറയുക, തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ആ മലകളൊക്കെ, ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നമുക്ക് ആ ഓരോ മലയിൽ നിന്ന് നോക്കുമ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ മഴക്കാലത്ത് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് വഴുക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ഈ മക്കളിനെ കൊണ്ടുവരുന്നവരും, മക്കളിനല്ല ആരാണെങ്കിലും ഇങ്ങനെ പെട്ടെന്നൊക്കെ കയറുമ്പോഴൊക്കെ വീണ് കഴിഞ്ഞാലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ, ചില ഭാഗങ്ങളിൽ മാത്രം അങ്ങനെ ഉള്ളതൊക്കെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന ചപ്പൽ, അതിന് ചപ്പൽ എന്ന് പറയുന്നത് മെയിൻ ഒരു ഫാക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നതെങ്കിലുണ്ടല്ലോ ഈസിലി നമുക്ക് കയറാനും ഇറങ്ങാനൊന്നും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. പല കുട്ടികളും ഇതേപോലെ കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഞാൻ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. അവർ ഷൂ അല്ലാതെ വേറെ രീതിയിലുള്ള ചപ്പൽസൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പൽ പൊട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ പിന്നെ അവർക്ക് കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് ഒരുപാട് മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് വീഡിയോ ഒക്കെ ഷൂട്ട് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാർമേഘങ്ങൾ അല്ലെങ്കിൽ ഈ കോട ഒക്കെ ഇങ്ങനെ തെന്നിമാറി പോകുന്ന ആ ഒരു വീഡിയോ സ്പീഡിൽ കിട്ടുമ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നാലും അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കിട്ടുന്ന സമയത്ത് നല്ല രസമല്ലേ അത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടത്തെയും കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം. അപ്പോൾ നമ്മൾ അത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ആ ഒരു ആരോ മാർക്കൊക്കെ കൊടുത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ അപ്പോൾ എല്ലാവരും ആ ഒരു ആരോ മാർക്ക് ചെയ്തിട്ട് തന്നെ പോകണം എന്നില്ല. അപ്പോൾ എന്നാലും കുറച്ച് അവർ നമുക്ക് റിസ്ക്കില്ലാത്ത രീതിയിൽ കയറി വരാനുള്ള ഒരു രീതിയിൽ അവർ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കേട്ടോ.
കണ്ടില്ലേ, അതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് നമുക്ക് കാണുമ്പോൾ ആ ഒരു കിട്ടുന്ന കാര്യം ഭയങ്കര രസമുള്ളൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു കാർമേഘമൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം താഴെ മൊത്തം മലയായതുകൊണ്ട് തന്നെ ഈ ഒരു കാർമേഘവും കാര്യങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, താഴെയുള്ള ആ മലയിലടക്കം ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം വരുന്നതിനനുസരിച്ച് അത് കയറിപ്പോകുന്നത്. ഓക്കെ, അതേപോലെ കണ്ടില്ലേ, ഇങ്ങോട്ട് പോണ സമയത്ത് ഒരു ഇരുട്ട് മാത്രം കയറി വരുന്നത്, ആ ഒരു മഴ വരുമ്പോഴുള്ള ആ ഒരു കാർമേഘം മൂടുന്ന ഭാഗമൊക്കെ ഇരുട്ടായിട്ട് വരിക, പിന്നെ അത് മാറി ആ ഒരു കാർമേഘം തെളിയുന്ന സമയത്ത് ആ ഒരു പ്രകാശം കാര്യങ്ങളും ആ ഒരു വെളിച്ചം വരുമ്പോൾ അത് താഴേക്ക് ഇതാക്കുക. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അവിടെ ടോപ്പിലെത്തി. പക്ഷേ ഞാൻ ആ പള്ളിയുടെ ഭാഗവും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ, ഷൂട്ടാക്കിയില്ല കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ടോപ്പ് മലയിൽ നിന്നിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ താഴ്ഭാഗത്ത്. നമുക്ക് ആ ഒരു ഓരോ മല കയറുന്ന സമയത്തും അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു റോഡ് വഴി നമ്മൾ പോയാലും അവിടെയും കുറേയധികം വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. ആ ഒരു മലയിറങ്ങിയ ശേഷം, അതായത് തങ്ങൾപ്പാറ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു റോട്ടിൽ കൂടെ പോവുകയാണ് കേട്ടോ. ഇത് പോകുന്നൊരു താഴെയുള്ളൊരു റോട്ടിക്കാണ്. അവിടെയും കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, നല്ല നല്ല റിസോർട്ടുകളുണ്ട്, കുറേ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. നമുക്കൊരു റോഡ് ട്രിപ്പായിട്ടൊക്കെ വെറുതെ പോകാനായിട്ട് അടക്കം പറ്റുന്ന നല്ല രീതിയിലുള്ള സ്പോട്ടുകൾ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അവിടെ നിന്നൊക്കെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഒരുപാട് അങ്ങോട്ട് പോകാനായിട്ട് നിന്നില്ല. തിരിച്ച് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബോട്ടിങ്ങിന് വന്ന സമയത്ത് ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര വെള്ളം കയറിയിട്ട് ബോട്ടിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ. പക്ഷേ ഇന്നേക്ക് അത് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് താഴ്ന്നു പോയപ്പോൾ തന്നെ ആ ഒരു ബോട്ടിങ്ങൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇതേപോലെ ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹൗസ് ഉണ്ട്. നമ്മൾ ഒരുപാട് സിനിമയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തുണ്ടല്ലോ ഈ ബോട്ടിങ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബോട്ടിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തണുത്ത കാറ്റും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ അത് അനുഭവിച്ചുകൊണ്ടുള്ളൊരു ബോട്ടിങ് നല്ല രസം തന്നെയാണ് കേട്ടോ. നമ്മൾ വേറെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചവിട്ടുന്ന ഈ പെഡൽ ബോട്ട്സും കാര്യങ്ങളൊക്കെ അതൊരു വേറെ വൈബ് തന്നെയാണ് ഇല്ലേ, നമ്മളിൽ ആയിട്ട് ഇതാവണത്. ഇല്ല, ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു ബോട്ടിങ്ങിനേക്കാളും എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ തന്നെ ഇങ്ങനെ ചവിട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബോട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഹൗസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അടുത്തായിട്ടൊരു പേരക്ക മരമൊക്കെ ഉണ്ട്. നമ്മൾ മുന്നിൽ വരുന്ന സമയത്തൊക്കെ ഇതിൽ നിറച്ച് പേരക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും പൊട്ടിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഗമൺ ട്രിപ്പിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് സ്ഥലം കാണാനായിട്ട് പോയാലും ഉണ്ടല്ലോ, ആ പോകുന്ന വഴിക്കൊക്കെ രണ്ട് സൈഡും നിറച്ച് പേരമരം തന്നെയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ആ പേരക്ക മരത്തിൽ നിന്നൊക്കെ പൊട്ടിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കേടില്ലാത്ത ഈ പേരയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ജസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെയൊന്നും ഇതൊന്നും കയറാതിരുന്നതിന് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് മുഴുവൻ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. കാരണം നമ്മൾ മുന്നിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ടൈം കളയാതിരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് പോകുന്ന സമയത്തുള്ള ആ ഒരു കാഴ്ചകളും ആ ഒരു ഇതൊക്കെ നല്ല ഭംഗിയുള്ളത് തന്നെയായിരുന്നു കേട്ടോ. നല്ല കോടയും കാര്യങ്ങളും അതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റോഡ് ട്രിപ്പ് അടക്കം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടോ. ഈ മഴ കുറഞ്ഞും കൂടിയും വരുന്നതൊക്കെ നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാഗമൺ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. 2 പാർട്ടായിട്ടാണ് വാഗമൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതും. മാക്സിമം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.